മാതൃത്വത്തിന് കൽപ്പിക്കുന്ന ദിവ്യ പദവി അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ കേസുകൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയത്? ഇവിടെ നിരവധിയായ രാഷ്ട്രീയ സംഘടനകളുണ്ട്, അവർക്കൊക്കെ വനിതാ വിങ്ങുണ്ട്, ഒരുപാട് വനിതാ സംഘടനകൾ അതല്ലാതെ തന്നെയുണ്ട്. ആരും എന്തുകൊണ്ടായിരിക്കാം ഈ പ്രശ്നം ഏറ്റെടുക്കാതെ പോയത് എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇന്ത്യയിലെ ഒരു പ്രത്യേക സാഹചര്യം, നമ്മൾ ഈ മാതൃത്വത്തിന് കൽപ്പിക്കുന്ന ദിവ്യ പദവി അതുകൊണ്ടായിരിക്കുമോ ഒരു പക്ഷേ ഈ കേസുകൾ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യപ്പെടാതെ പോയത്? ലക്ഷ്മി പത്മ സ്വാഭാവികമായും ലക്ഷ്മി പറഞ്ഞ പോലെ തന്നെ മാതൃത്വത്തിന് കൽപ്പിക്കുന്ന ഒരു വളരെ പരിപാവനമായുള്ള അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ തരത്തിലുള്ള ചില പരിഗണനകൾ, അതോടൊപ്പം തന്നെ ഒരു മാതാവ് കുഞ്ഞിനെ കൊന്നു എന്ന് പറയുന്ന സമയത്ത് പൊതുസമൂഹം കാണുന്നത് അവർക്ക് തൻ്റെ കാമുകനോടൊപ്പമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധത്തിലുള്ള ഒരാളോടൊപ്പമോ പോകാൻ വേണ്ടി എന്നുള്ള രീതിയിലുള്ള ഒരു സൈക്കോളജിയാണ് സമൂഹത്തിനകത്ത് വർക്ക് ചെയ്യുന്നത്. അവരിത് കൊല്ലുന്നത് അവരുടെ ഈ തരത്തിലുള്ള സൈക്കോളജിക്കൽ ഡിസോർഡറിന്റെ ഭാഗമാണ് എന്ന് കരുതുന്നതിനപ്പുറം അവരുടെ ബന്ധുക്കളായാലും സമൂഹമായാലും ആദ്യം കാണുന്നത് അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റു ബന്ധങ്ങളോ അതല്ലെങ്കിൽ ആരോടെങ്കിലും ഒപ്പം പോകാൻ വേണ്ടി തൻ്റെ ഭർത്താവിനെ ഉപേക്ഷിച്ച് കുഞ്ഞിനെ ഉപേക്ഷിച്ച് പോകാൻ വേണ്ടി, അപ്പോൾ ഇത് കുഞ്ഞൊരു ബാധ്യതയായി മാറും എന്നുള്ള തരത്തിൽ ഉള്ള കാഴ്ചപ്പാട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെല്ലാം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളെല്ലാം ഇവർ കാണുന്നത്. അങ്ങനെ ആ ഒരു പൊതുബോധ നിലവാരത്തിലേക്ക് നമ്മുടെ സമൂഹം വരുന്നു, രാഷ്ട്രീയ നേതൃത്വം വരുന്നു, നമ്മുടെ നിയമ സംവിധാനങ്ങൾ, പോലീസ് ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികൾ വരുന്നു. ഈ അന്വേഷണം നടക്കുന്ന സമയത്തെല്ലാം ഇത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ, ഒരു വീക്ഷണകോണിലൂടെയാണ് ഈ അന്വേഷണമെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഷീല എന്നുള്ള ഒരു സ്ത്രീയുടെയാണെന്ന് തോന്നുന്നു, ആ പേര് ഞാൻ കൃത്യമായി ഓർക്കുന്നില്ല, തൃശ്ശൂരിലെ ഫൗസിയ ചെയ്ത പീച്ചിയിലെ ആ ഒരു സ്ത്രീയുടെ ആ കേസിനകത്ത് അവരുടെ ഭർത്താവ് അവർ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഭർത്താവ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറ്റവിമുക്തനാക്കപ്പെടുന്നത് ആ ജഡ്ജിന്റെ ഒരു സെൻസിന്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ സെൻസിറ്റൈസ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത്, ഇതിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ ഉണ്ടാകുന്ന സമയത്ത് അവിടെ നീതി നടപ്പാക്കപ്പെടുകയും അത് ഇല്ലാത്ത ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഇന്ത്യയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഇതിനെക്കുറിച്ച് ബോധ്യമില്ലാത്ത ഒരു സമീപനത്തിലേക്ക് വരുന്ന സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പൊതുബോധത്തിലേക്ക് നമ്മളെ സമൂഹത്തെ നയിക്കേണ്ടത് അല്ലെങ്കിൽ മാറ്റിയെടുക്കേണ്ടത് ഇത്തരത്തിൽ ഈ വലിയ പൊസിഷനുകളിലിരിക്കുന്ന ചീഫ് ജസ്റ്റിസിനെ പോലെയുള്ള, പ്രധാനമന്ത്രിയെ പോലെ ഇരിക്കുന്ന മന്ത്രിമാരെ പോലെയുള്ള നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള വിവിധ യുവജന സംഘടനകളെയും സ്ത്രീ സംഘടനകളുടെയൊക്കെ നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷെ അവിടെ നമുക്ക് ഒരു ശൈലജ ടീച്ചറെയോ അതല്ലെങ്കിൽ ഇതുപോലെയുള്ള നേരത്തെ സൂചിപ്പിച്ച ആ ഒരു ജഡ്ജിനെ പോലെയുള്ള വളരെ അപൂർവമായ ആളുകളെ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ ഈ സമൂഹത്തിന്റെ സൈക്കോളജിക്ക് അനുസൃതമായി നിൽക്കുകയും അതിനനുസൃതമായി ചിന്തിക്കുകയും രൂപപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ദൗർഭാഗ്യം. ആ ഒരു സമൂഹത്തിന്റെ സൈക്കോളജിയിലേക്കാണ് നിങ്ങളുടെ ഈ സ്റ്റോറി, നിങ്ങളുടെ ഈ പരമ്പര ഹിറ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും കുറെ ആളുകളെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടാൻ, അത് ആ ഒരു വീക്ഷണകോണിലൂടെ കാണാൻ വേണ്ടി ഈ പരമ്പര കൊണ്ട് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്.